അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന ഇൽമ്, അറിവ് അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് വ്യത്യസ്തമായ അറിവുകളാണ് തർബിയ മീഡിയയിലൂടെ നാം സംപ്രേഷണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കത് വീക്ഷിക്കാൻ സാധിക്കും. എല്ലാവരും ഇതിൻ്റെ ആളുകളാവണം. പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ മഹത്തായ സംരംഭത്തെ വിജയിപ്പിക്കണം. ഇതുകൊണ്ടുള്ള ലക്ഷ്യം ഒരാൾ നന്മയുടെ പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ജീവിതത്തിലുടനീളം ഉപകാരപ്പെടുന്നതാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എല്ലാ സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമുക്ക് അല്ലാഹു ഭക്ഷണം, ഹലാലായ ഭക്ഷണവുമുണ്ട്, ഹറാമായ ഭക്ഷണമുണ്ട്. ഹലാലായ പാനീയങ്ങളുണ്ട്, ഹറാമായ പാനീയങ്ങളുണ്ട്. ഭക്ഷണം തന്നെ എത്ര രുചികരമായ ഭക്ഷണങ്ങളാണ് അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. പാനീയങ്ങൾ എത്ര ജ്യൂസുകളാണ്, എത്ര ഷെയ്ക്കുകളാണ്, എത്ര ചൂടുള്ള പാനീയങ്ങളാണ് നമുക്ക് പേരുള്ളതും പേരില്ലാത്തതും പിന്നെ ഓരോരുത്തർ കണ്ടുപിടിക്കുന്നതുമായ ഒരുപാട് പാനീയങ്ങളെ നമുക്ക് വിപണിയിൽ നിന്നും സ്വന്തമായി ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതായ ഒരുപാട് പാനീയങ്ങൾ. അതിൻ്റെയൊക്കെ ചില പായസങ്ങളോ അല്ലെങ്കിൽ മറ്റു പാനീയങ്ങളോ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ രസം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ രസങ്ങളാണ്. അതുപോലെ തന്നെ ഭക്ഷണം, പല രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ, അതിൽ തന്നെ ഒരുപാട് പാനീയങ്ങൾ എല്ലാം അല്ലാഹു നമുക്ക് നൽകിയതാണ്. ഇങ്ങനെ ഒരുപാട് ഹലാലായ കഴിക്കൽ അനുവദനീയമായ ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കെ ഹറാമായ പാനീയങ്ങളുടെ പേരിലും ഹറാമായ ഭക്ഷണത്തിൻ്റെയും പിന്നാലെ രസം കണ്ടെത്തി പോകുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ വിഷയം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരീൻ അല്ലേ. കാഫിരീങ്ങളുടെ സ്വർഗമാണ് ദുനിയാവ്, ഈ ലോകമെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരുപാട് വിധിവിലക്കുകളുണ്ട്. അവൻ കുടിക്കേണ്ടതും അവൻ കഴിക്കേണ്ടതുമായ ഭക്ഷണവും പാനീയവും ഏതാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവന്റെ രസത്തിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അല്ലാഹു അവനക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച പാനീയങ്ങൾ അല്ലാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ നമ്മൾ പോകുന്നത്? ഒരു രസത്തിന് വേണ്ടിയാണ്. സിസർ വലിക്കുന്നവരുണ്ട്, ബീഡി വലിക്കുന്നവരുണ്ട്. എന്തിനാണ് ഇതൊരു ആനന്ദമായി കാണുന്നത്? അതല്ലാത്ത എന്തെല്ലാം ഭക്ഷണ വസ്തുക്കളും പാനീയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊക്കെ നമ്മൾ ലഭ്യത കണ്ടെത്തി, അതിലൊക്കെ നമ്മൾ രസം കണ്ടെത്തി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. ബുദ്ധിയുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഹലാലായത്, അനുവദനീയമാക്കിയത് കഴിക്കുക എന്നുള്ളതാണ്. ഹറാമായത് നമ്മൾ കഴിക്കാൻ പാടില്ല. എന്തെല്ലാം വസ്തുക്കളുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ഇസ്ലാമിലെ ഭക്ഷണ രീതികൾ പലപ്പോഴും ഇസ്ലാം വിലക്കുന്ന രൂപത്തിൽ ഇപ്പോൾ കാണുന്ന ആർഭാട കല്യാണങ്ങൾ, ആ കല്യാണം നമുക്കറിയാം, മലപ്പുറത്തും കോഴിക്കോടും മുസ്ലിം നാമധാരികളുടെ അല്ലെ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ തന്നെ നടക്കുന്ന ഒരുപാട് വിവാഹ സദ്യകൾ നമ്മൾ കാണാറുണ്ട്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് ചിക്കനായിട്ടും മട്ടനായിട്ടും പേരുള്ളതും പേരില്ലാത്തതുമായ ഒരുപാട് വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മൾ ദൂർത്തടിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഭക്ഷണം കഴിച്ച് ഹറാമാക്കിയത് ഒഴിവാക്കി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നാം ശ്രമിക്കണം. അവിടെ തന്നെ വിഭവങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ ആയിരക്കണക്കിന് വിഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ഭക്ഷണം വേസ്റ്റാക്കുന്നവരാണ്. നമ്മുടെ ഭക്ഷണം ഒരു 2 പേർക്ക് കഴിക്കേണ്ടത് 4 പേർക്കുണ്ടാക്കി ആ ഭക്ഷണം വീടുകളിൽ വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യം നല്ലോണം ശ്രദ്ധിക്കണം. പലസ്തീനിന്റെയും യമനിന്റെയും ഇറാനിന്റെയും തെരുവീതികളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ദാരിദ്ര്യത്തിലകപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാതെ, വകയില്ലാതെ
അവരുടെ റോട്ടിലൂടെ സഞ്ചരിച്ച് കാണുന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ എച്ചില് പറക്കി തിന്നുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഭക്ഷണം അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പാനീയങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വെള്ളം ലഭിക്കാത്ത എത്ര മേഖലകളുണ്ട്. അവിടെയൊക്കെ ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വെള്ളം കിട്ടാതെ ഒരു ബോട്ടിൽ വെള്ളം പൈസ കൊടുത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം അടിപ്പിച്ച് അവരുടെ നിത്യോപയോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ വെള്ളം സുലഭമായി ലഭിക്കുന്ന മേഖലകളിൽ ആ സുലഭമായ വെള്ളങ്ങളെ വേണ്ട രൂപത്തിൽ നിയന്ത്രിച്ചത് ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു നമ്മളോട് ചോദിക്കപ്പെടുമ്പോൾ നമുക്ക് നൽകിയ ഭക്ഷണത്തെക്കുറിച്ച്, നമുക്ക് നൽകിയ വസ്ത്രത്തെക്കുറിച്ച്, പാനീയങ്ങളെക്കുറിച്ച് ചോദിക്കുക. അതൊക്കെ അമിതവ്യയം ചെയ്യാതെ ധൂർത്തടിക്കാതെ ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ തയ്യാർ ചെയ്യുകയും ആവശ്യമുള്ള പാനീയങ്ങൾ നമ്മൾ കുടിക്കുകയും വേണ്ട രൂപത്തിൽ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് ഉണർത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ നമുക്ക് നൽകി എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ബഖറയിൽ 168-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണത്തിൽ നിങ്ങൾ സത്യവിശ്വാസികൾ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഹറാമ് നിങ്ങൾ വകച്ചു വെച്ച് ഹലാല് മാത്രം ഉപയോഗിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് പോലെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ്. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പലരും ആ ഭക്ഷണം കഴിക്കുന്ന രീതികൾ വളരെ മോശമായിട്ടാണ് കാണാറുള്ളത്. മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബുകൾ, മര്യാദകൾ അത് നമ്മൾ കീപ്പ് ചെയ്യൽ, നമുക്ക് ആ ഭക്ഷണത്തിൽ കുറഞ്ഞ ഭക്ഷണമാണ് ലഭിക്കുന്നത്. ഒരു വീട്ടില് കുറച്ച് അരിയും ചെറിയ കറിയുമൊക്കെ ഉള്ള വീടുകൾ ധാരാളമുണ്ട്, പാവപ്പെട്ടവരുടെ വീടുകൾ. അങ്ങനെ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ വീട്ടുകാർക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ഭക്ഷണം വേസ്റ്റായി പോകാതെ, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഭക്ഷണം തന്നെ നമുക്കെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യമില്ലാതെ, ഭക്ഷണത്തിൽ പ്രയാസങ്ങളില്ലാതെ, ജിസ്ഖ് വിശാലമായി ഭക്ഷണ വിശാലത അല്ലാഹു നമുക്ക് നൽകണമെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ധാരാളം മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മര്യാദകളെയാണ് ഞാൻ ഉണർത്തുന്നത്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏകദേശം ഒരു 11 കാര്യങ്ങളാണ് ഞാനിവിടെ ഉണർത്തുന്നത്. ഒന്നാമതായി, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അവരുടെ രണ്ട് കൈയും കഴുകുക. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു കൈ കഴുകിയിട്ടാണ് പോകുന്നത്. 2 കൈയും കഴുകുക. 2 കൈ കഴുകുന്നത് വലത് കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലും 2 കൈയും കഴുകൽ പ്രത്യേകം സുന്നത്താണ്. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ പപ്പടം എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങൾ എടുക്കാൻ ചിലപ്പോൾ ഇടത് കൈ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതും ആ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള കൈ കഴുകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അംഗസ്ഥാനം നിങ്ങൾ കൈ രണ്ടും കഴുകിയതിനു ശേഷമായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആ കൈ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ബറക്കത്ത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ് 2 കൈയും ആദ്യവും അവസാനവും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കഴിച്ചു കഴിഞ്ഞാലും 2 കൈയും കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. മാത്രമല്ല അത് അണുക്കളെ ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകിയാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അണുക്കളുണ്ടാകും. ആ അണുക്കളും പ്രയാസങ്ങളും എല്ലാം മാറ്റി കയ്യിലെ ചില കുട്ടികളുള്ള നഖം വെട്ടാതെ ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. നഖം വെട്ടാത്തവരാണെങ്കിൽ നഖം വെട്ടണം, വെട്ടിയൊതുക്കുന്നതിനാണ്, അത് ശരീരത്തിന് പ്രൊട്ടക്ഷനാണ്. ആ നഖത്തിനുള്ള ചെളികൾ അല്ലെങ്കിൽ ക്യൂടെക്സ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ
കട്ടായ കറുത്ത മൈലാഞ്ചി ഉപയോഗിക്കുന്നവർ, ഇവര് മക്കൾക്കൊക്കെ മൈലാഞ്ചി നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ, ആ കറുത്ത മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന രൂപത്തിലുള്ള മൈലാഞ്ചി, ആ മൈലാഞ്ചി ഒന്ന് നനയുമ്പോൾ വേഗം പോരും. അങ്ങനെ കൈ കഴുകിയിട്ട് വൃത്തിയാക്കുമ്പോൾ തന്നെ കെമിക്കലുകൾ അകത്തേക്ക് പോയി ക്യാൻസറും മറ്റു രോഗങ്ങളും വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അതിൽ ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ ആ അണുക്കളൊക്കെ നീക്കി സന്തോഷത്തോടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ, വൃത്തിയോടുകൂടി നമ്മൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അയക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതായിരിക്കണം എന്ന രീതിയിലാണ് രണ്ടാമത്തൊരു മര്യാദ എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ബിസ്മി ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്നവരാണ് കൂടുതൽ ആളുകൾ, കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് നാം കഴിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബിസ്മി കൊണ്ട് ഭക്ഷണം കഴിക്കണം. ആ ബിസ്മി ചൊല്ലാൻ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ബിസ്മി ഓതാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കണം. അത് ബിസ്മിയുടെ സ്ഥാനത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അദബ്, മര്യാദ എന്ന് പറയുന്നത് വലതുകൊണ്ട് ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. വലതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബൂ സലമ, നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വലത് കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇടത് കൈ കൊണ്ടല്ല, വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുകയും വേണം. നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്, വെള്ളം കുടിക്കുന്നവരാണ്. അപ്പൊ കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് തിന്നുക എന്നുള്ളൊരു ശീലമുണ്ടാകണം. അപ്പൊ ഭക്ഷണം കയ്യിലൊക്കെ ആയാലും വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന ഉസ്താദെന്ന് ചോദിക്കുന്നവരുണ്ട്. ഭക്ഷണം കയ്യിലായാലും വലത് കൈ കൊണ്ട് തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്, കുടിക്കൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ഇടത് കൈ കൊണ്ട് കുടിക്കേണ്ടതില്ല, അപ്പോഴും വലത് കൈ കൊണ്ട് കുടിക്കുക. ക്ലാസ് ഒന്ന് കഴുകിയാൽ പോരെ, പ്രശ്നങ്ങളില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഒന്ന് തുടച്ചിട്ട് നമ്മൾ നാവ് കൊണ്ട് തുടച്ചെടുക്കാലോ, എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ ക്ലാസ് പിടിക്കാലോ. അപ്പൊ അങ്ങനെ കുടിക്കണം. പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത്. പിശാചിന്റെ സ്വഭാവമാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുക, തിന്നുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ചായ കുടിക്കുന്നവരാണ്. ആ ചായ കുടിക്കുന്ന ആളുകളൊക്കെ കൂടുതലും ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതാണ്. ഒരു സദസ്സിലേക്ക് പോയി അവിടെ വല്ല പായസമോ വെള്ളമോ ചായയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് കാണാം. ആ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന രീതി പിശാചിന്റെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മാറ്റിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്നാണ്, നാലാമത്തൊരു ഭക്ഷണ മര്യാദയാണ് ചാരിയിരുന്ന ഭക്ഷണം കഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്നെയും ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ചാരിയിരുന്ന് നമ്മൾ ചുമരിലോ മറ്റോ ഇങ്ങനെ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, കഴിക്കാൻ പാടില്ല. അതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ കമഴ്ന്ന് കിടന്ന് ഭക്ഷണം കഴിക്കരുത്. കമഴ്ന്ന് കിടന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, മോനെ, നീ കമഴ്ന്ന് കിടന്ന് ഭക്ഷണം കഴിക്കൽ, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. കുടിക്കുകയാണെങ്കിൽ നിന്നുകൊണ്ട് കുടിക്കരുത്. നിന്നുകൊണ്ട് ഭക്ഷണം, വെള്ളം കുടിച്ചാൽ, പാനീയങ്ങൾ കുടിച്ചാൽ അവനെ പേരില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് മഹാന്മാർ പറയുകയാണ്. അപ്പൊ ചില ആളുകൾക്ക് രോഗങ്ങളോ എന്താണെന്നറിയില്ല, പക്ഷെ ഇതായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു നല്ല മനസ്സോടുകൂടി ഇരുന്ന് കുടിക്കുക. ഇപ്പൊ സുബഹിക്ക് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകുന്ന ആളുകളുണ്ടാവും. അവര് റോഡ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ ഇരിക്കാൻ സൗകര്യമില്ല. അപ്പൊ നിന്ന് കുടിക്കുന്ന ഒരു രീതി. അപ്പൊ നമ്മൾ ഇരിക്കാനുള്ളൊരു വകുപ്പുണ്ടാക്കണം. ചിലപ്പോൾ തിണ്ണയിലാകാം, അല്ലെങ്കിൽ കസേരയിലാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താവാം. പക്ഷേ ഇരുന്ന് കുടിക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇരുന്ന് കുടിക്കുമ്പോൾ തന്നെ അല്പാൽപ്പായിട്ട് കുടിക്കണം, നല്ല രീതിയിൽ. അങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോഴാണ് നമുക്ക് നല്ല ദഹനവും, ഇരുന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് ദഹനം ഉണ്ടാവുക. ഇപ്പോഴൊരു ഫാഷനാണ്
അല്ലെങ്കിൽ ന്യൂ ജനറേഷന്റെ ഒരു ഏറ്റവും പുതിയൊരു രീതിയാണ് എന്ത്? നിന്ന് തിന്നാ, നിന്ന് കുടിക്കുക. ഞാനൊരു ദിവസം ഇന്നലെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചായക്കടയിൽ കയറിയപ്പോൾ നമ്മൾ ഇരുന്ന് ചായയും കടിയും കഴിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ മുസ്ലിമാണ്, കാണാൻ നല്ല ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ഇഷ്ടം പോലെ കസാരകൾ ഉണ്ടാകുമ്പോൾ ഒരു കടി അതിൻ്റെ ഉള്ളിൽ നിന്നെടുക്കുന്നു, ഒരു കൈയിൽ ചായയും പിടിക്കുന്നു, എന്നിട്ട് റോഡിൻ്റെ കുറച്ചങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഇടത് കൈ കൊണ്ട് തിന്നുന്നു, വലത് കൈ കൊണ്ട് കുടിക്കുന്നു. ഈ ഒരു രീതിയാണ് ന്യൂ ജനറേഷന്റെ ആളുകൾ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട്. എന്തായാലും പരിശുദ്ധ ഇസ്ലാമിൽ നിലകൊള്ളുന്ന ആളുകൾ, മുസ്ലിമീങ്ങൾ എല്ലാം കീപ്പ് ചെയ്യണം. പല ആളുകളും ഈ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് കണ്ടല്ലേ, ഇരുന്ന് കുടിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നന്നായവർ നമ്മളെ പരിചയത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭക്ഷണ രീതികളെ നമ്മൾ നല്ല കുറ്റമറ്റതായി നല്ല അതബോടുകൂടി മര്യാദയോടുകൂടി നിർവഹിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനും ഉപകാരപ്പെടുന്നതാണ്. അതാണ് മുസ്തനബിയുടെ എല്ലാ വചനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുന്ന് കുടിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിന്ന് കുടിക്കരുത്. ഒരു സഹാബി വൈദ്യൻ നിന്ന് കുടിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ കൈകൊണ്ട് ഛർദിപ്പിച്ചത് ഹദീസിൽ കാണാം. കൈകൊണ്ട് ഛർദിപ്പിച്ചിട്ട് പിന്നെ ഇരുന്ന് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ രീതി അത്രയും ഗൗരവമേറിയതാണ് നിന്ന് കുടിക്കുക എന്നുള്ളത്. അപ്പോ നിന്ന് കുടിക്കാൻ നിന്ന് തിന്നാൻ എന്നുള്ള പുതിയൊരു നൂജൻ തീരുമാനം മാറ്റിയെടുക്കണം. ഇതാണ് ഭക്ഷണ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ കെടുന്നും ഇരുന്ന് ചാരിയിരുന്നും കമിഴ്ന്ന് കിടന്നും ഉള്ള ഭക്ഷണ രീതി, നിന്ന് ഭക്ഷണം കഴിക്കാതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ആറാമത്തതാണ് പാനീയത്തിൽ ഊതാൻ പാടില്ല. നമുക്ക് ചൂടുള്ള ചായ ഒരാൾ തന്നു, ആ ചൂടുള്ള ചായയിൽ നമ്മൾ ഇങ്ങനെ ഊതി കുടിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അത് വലിയ വായിലുള്ള അണുക്കൾ അതിലേക്ക് പോകുന്നതും നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുത്തുനബിയുടെ ഓരോ വചനങ്ങളും പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്, മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. ആ ചായ കുടിക്കുന്നതിലേക്ക് ഊതരുത്, വെള്ളത്തിലേക്ക് ഊതരുത്. വെള്ളം ചൂടാറിയത് കുടിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ചൂടുള്ള കുടിക്കൽ ഒരു കറാഹത്തായിട്ടാണ് ഫുഖഹാക്കൾ പറയുന്നത്. അപ്പോ ചൂടില്ലാത്തത്, തണുത്തതോ ചൂടില്ലാത്തതോ കുടിക്കുക, വലിയ തണുപ്പുള്ളതും കുടിക്കാതെ അങ്ങനെ ഭക്ഷണം അല്പാൽപമായിട്ട് വെള്ളം കുടിക്കുക. ലാ തശ്റബുൽ മാഅ കശ്റുബുൽ ഹമീർ, അതേ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ ഒറ്റ അടിക്ക് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ ഊതും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു ശ്വാസം പോലും വിടാതെ നമ്മൾ കുടിക്കാൻ പാടില്ല. 3 ശ്വാസത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വെള്ളം കുടിക്കുന്ന ആള് വെള്ളം കുടിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നു, പിന്നെയും കുടിക്കുന്നു, ആ ക്ലാസ്സിലേക്ക് ശ്വാസം വിടരുത്. ശ്വാസം വിട്ട് കുട്ടികളൊക്കെ കുടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ക്ലാസ്സിലേക്ക് ശ്വാസം വിടും. അത് പല അസുഖങ്ങൾക്കും കാരണമാണ് എന്ന് നമുക്ക് ഡോക്ടർമാർ തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അല്പാൽപമായി, പാനീയങ്ങളെ കുടിക്കും അല്പാൽപമായി. ഒട്ടകം കുടിക്കുന്ന പോലെ ഒറ്റ മോന്തലിൽ അല്ലെങ്കിൽ ഒറ്റ വലിക്ക് കുടിക്കുന്ന രീതി അത് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാനീയത്തിലേക്ക് ഊതാൻ പാടില്ലെന്നും ആ പാനീയത്തിലേക്ക് ശ്വാസം വിടരുതെന്നും അത് വിരോധിച്ചതായിട്ടും ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഏഴാമത്തത്, എപ്പ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. കൂട്ടുകാരുണ്ടെങ്കിൽ, അയൽവാസികളുണ്ടെങ്കിൽ, കുടുംബക്കാരുണ്ടെങ്കിൽ ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വിരുന്നുകാരായിരിക്കും നമ്മളോടൊപ്പമുള്ളത്. ആ വിരുന്നുകാരെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. തിന്നടാ, കുറച്ചും കൂടെ ഇടട്ടെ. അവന് ചില അസുഖങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ വയർ സംബന്ധമായ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഇവൻ വിരുന്ന് വിളിച്ചതിൻ്റെ പേരിൽ വന്നതാണ്, പക്ഷെ അവനെ ബുദ്ധിമുട്ടിക്കരുത്. ഭക്ഷണം വേണ്ടത് നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കുക, കഴിക്കാൻ നിർബന്ധിക്കരുത് എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണ മര്യാദയിൽപ്പെട്ടതാണ്. ഭക്ഷണം അവർക്ക് ആവശ്യമുള്ളത് അവരിട്ട് കഴിക്കട്ടെ, ആ രീതിയിൽ ആവണം. നമ്മൾ കൂടെ ഇരിക്കുന്ന ആളുകൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു കൂട്ടം സഹാബികൾ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല, ഇത് വിശപ്പ് കെടാത്ത പോലെയാണ് നബിയേ എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
നിങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. കുറേ ദിവസം ഒരുമിച്ചിരുന്ന് സഹാബത്ത് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്, നബിയെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുന്നു, സന്തോഷമാണ്. ഈ സന്തോഷം സഹാബത്ത് അറിയിച്ചത് അതേ അവർ ആ മുത്തുനബിയുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാവരും കൂട്ടമായിരുന്ന് കഴിക്കണം. ചില വീടുകളിൽ കാണാം, സ്വന്തം ഭർത്താവിന് മാത്രം വിളമ്പി വെച്ചു കൊടുക്കും, ഭർത്താവ് തിന്നുന്നു, എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ വീട്ടിലൊരു സന്തോഷമില്ല, സമാധാനമില്ല. സ്നേഹബന്ധങ്ങൾ ഒട്ടിയുറപ്പിക്കാൻ എപ്പോഴും കൂടിയിരിക്കുന്ന രീതി ഉണ്ടാക്കണം. അതേ യദുല്ലാഹി അലൽ ജമാഅ എന്നല്ലേ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകുന്നത് ഒരു കൂട്ടം ആളുകളുടെ മേലാണ്. ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അത് ആരോഗ്യപരമായിട്ട് പ്രയാസമുണ്ടാക്കും, വിശപ്പ് വരാതിരിക്കാൻ കാരണമാകും. എന്നാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ അത് വലിയ ബറക്കത്താണ്. നിങ്ങളെല്ലാവരും ഭാര്യമാര്, ഭർത്താക്കന്മാര്, കുടുംബാംഗങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. ഒരു വീട്ടിൽ കുറേ മക്കളുണ്ട്, ഭാര്യയുണ്ട്, വാപ്പയുണ്ട്. ഞാനാകുന്ന വാപ്പ ഭാര്യയെ വിളിക്കുന്നു, മക്കളെ വിളിക്കുന്നു. പെരുന്നാൾ വന്നു, കല്യാണം വന്നു, വീട്ടിലൊരു സന്തോഷ സുദിനം വന്നു. എത്ര 2 പെരുന്നാൾ വരാറുണ്ട്, റബീഉൽ അവ്വൽ വരാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ വരാറുണ്ട്. ഇതൊക്കെ വരുമ്പോ വലിയ തളിക ഒരെണ്ണം വീട്ടിൽ വാങ്ങി വെക്കണം. ആ തളികയിൽ ഭക്ഷണം വിളമ്പി, ബിരിയാണിയാവട്ടെ ഏത് വിധി ഭക്ഷണവും വിളമ്പി മക്കളും ഭാര്യയും എല്ലാവരും കൈയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് വലിയ സ്നേഹമുണ്ടാകാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ടിപ്സാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ആരാണ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു പിടി ഭക്ഷണം വാരി കൊടുത്തത്? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭക്ഷണം നിങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും നിങ്ങൾക്ക്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, മുത്തുനബിയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഈ വചനം കേട്ടപ്പോൾ മഹാനായ സൗബാൻ റളിയല്ലാഹു ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനൊന്നും ഭക്ഷണം കൊടുക്കാറില്ലല്ലോ. അത് ഒരുമിച്ചിരുന്ന് കഴിക്കുമെങ്കിലും ഉടനെ ഓടുന്നു, സദസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് സമ്മതം ചോദിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയെ വിളിക്കുകയാണ്, ഒരു പാത്രം ഭക്ഷണം കൊണ്ടുവരാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കൊണ്ടുവരുന്നു, ഭാര്യയുടെ വായിലേക്ക് വാരിക്കൊടുക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെ വായിലേക്കും വാരിക്കൊടുക്കുകയാണ്. എന്തു പറ്റി നിങ്ങൾക്ക്? ജീവിതത്തിൽ ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ. ഭാര്യ ചോദിച്ചപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, മുത്തുനബിയുടെ പാഠശാലയിൽ നിന്ന് വായിച്ചെടുത്ത ആത്മീയ ഊർജമാണ്. കണ്ടില്ലേ, അതോടുകൂടി സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലും ബറക്കത്ത് നൽകട്ടെ. ഇതുപോലുള്ള ടിപ്സുകൾ വീടുകളിൽ നിന്ന് അകന്നു പോകുന്ന കാലമാണ്. മക്കള് വേറെ കഴിക്കുന്നു, ഭാര്യ വേറെ കഴിക്കുന്നു, ഭർത്താവ് വേറെ കഴിക്കുന്നു, ഉമ്മാനെ വേറെ മാറ്റിയിരുത്തുന്നു. ഇങ്ങനെ വരുമ്പോ സ്നേഹങ്ങളില്ല, അടുപ്പങ്ങളില്ല, പലരും പല രീതിയിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സംഘടിതമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മുത്തുനബി പറയുകയാണ്, നിങ്ങൾക്ക് വലിയ ബറക്കത്ത് ലഭിക്കുന്നതാണ്. സംഘടിതമായി കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 3 കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഒന്ന്, അടുത്തുള്ള ഭാഗത്തു നിന്ന് കഴിക്കണം. ചീനി കൊണ്ടുവന്നു, നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കഴിക്കാതെ നമ്മുടെ അടുത്തുള്ള ഭാഗത്തുനിന്ന് ഒരു ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് കഴിക്കുന്നു. രണ്ടാമത്, മറ്റുള്ളവർ മുന്നിൽ നിന്ന് കഴിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് അടുത്തുള്ളതിൽ നിന്ന് നമ്മൾ കഴിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഭക്ഷണം, ബിരിയാണി, മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ അവരെ മുമ്പിൽ പോയിട്ട് വാരിയെടുത്തിട്ട് കഴിക്കരുത്. അവർക്കുള്ളതാണ്.
ആ രീതിയിലൊക്കെ നമ്മൾ കൂട്ടായിരിക്കുമ്പോൾ ഒരു 5 പേരുണ്ട്, 5 പേർക്കും ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ആ 5 പേരുടെയും അനുവാദം, ഇനിയിപ്പോൾ ആൾ കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് കഴിക്കാം, അത് അയാൾക്കുള്ളതാണ്. അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന്, കൂടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലൊപ്പം ഇരുന്നാൽ നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഇരുന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഇരിക്കുന്ന ആളെല്ലാവരും എഴുന്നേറ്റിട്ട്, ശരിക്കും പറഞ്ഞാൽ ഹദീസിൽ പറയുന്നത് ഭക്ഷണം അത് എടുത്തുകൊണ്ട് പോകുന്നത് വരെ എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്നാണ്. നമ്മൾ തിരക്ക് പിടിച്ചു പോകുമ്പോൾ സമ്മതം ചോദിച്ചിട്ട് പോകാം, കുഴപ്പമില്ല. അതല്ലാതെ ഒറ്റക്ക് 2 പേരാകുമ്പോൾ ഒറ്റക്ക് ഒരാൾ ഇരുത്തി പോകുമ്പോൾ അവനക്ക് ഭക്ഷണം കഴിക്കാനും, അതുപോലെ ഞാൻ ഒറ്റക്ക് കഴിക്കുമ്പോൾ കുറെ കഴിക്കുമെന്നും അങ്ങനെ ഒരു ലജ്ജ അവൻ്റെ മനസ്സിൽ വന്ന അവൻ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ മനസ്സ് പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ കൂടെ ഇരുന്നു കൊടുക്കണം. ഭക്ഷണം കഴിഞ്ഞ് ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത് വരെ പറ്റുമെങ്കിൽ ഇരിക്കാം, അതല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കുന്നത് വരെ ഇരുന്ന് കൊടുക്കുക എന്ന് അതൊരു അദബാണ് കൂട്ടമായി ഇരുന്ന് കഴിക്കുമ്പോൾ എന്ന് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രവുമല്ല, മറ്റൊരു അദബ്, 8ാമത്തെ മര്യാദ മഹത്തുക്കൾ പറയുന്നത് കാണാം, ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. ഭക്ഷണത്തിന് കുറ്റം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ, എന്തിനു പറയണം, ഒരു പുളിയുള്ള മുന്തിരി ഒരു സഹാബി ആദ്യമായി വീട്ടിലുണ്ടായ മുന്തിരിയാണ്. ആ മുന്തിരി മുത്തുനബിയുടെ സഹാബത്ത് എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മുത്തുനബിക്ക് കൊണ്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ സ്വഭാവം ഇന്ന് മുത്തുനബി ആക്ഷേപിക്കുന്നവർ കേൾക്കണം. മുത്തുനബിയുടെ സ്വഭാവം നിങ്ങൾ കണ്ടോ? ഇങ്ങനൊരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിരി വന്ന് കായ്ച്ച മുന്തിരിയാണ്, അധികം പഴുത്തിട്ടില്ല. നബി തങ്ങൾ കഴിക്കുമ്പോൾ കഠിനമായ പുളിയാണ്. ആ പുളിയുള്ള ആ മുന്തിരി കഴിക്കുമ്പോഴും നമ്മളൊക്കെ ആണെങ്കിൽ തുപ്പിയിട്ട് പറയും, എന്തുട്ടാടത് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ആ രീതിയിലുള്ള ആ പഴം ആദ്യമായി വീട്ടിലുണ്ടായ സന്തോഷത്തോടെ ആദ്യം മുത്തുനബിക്ക് കൊണ്ടുപോയി കൊടുക്കും. പള്ളികളിലേക്ക് ഉസ്താദുമാർക്ക് ആദ്യമായി കൊണ്ടു കൊടുക്കുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ചിരിച്ച് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, നല്ല മുന്തിരിയാണെന്ന് പറയുകയാണ്. ഈ രീതിയിലാണ് മുത്തുനബിയുടെ സ്വഭാവം. നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണം കുറ്റം പറയരുത്. പലപ്പോഴും നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയാകും, പക്ഷേ അതുപോലും അവർക്ക് വിഷമം വരുമെന്നുള്ളതാണ് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കുറ്റം പറയാതെ ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പിന്നീട് അത് വിളിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്നതല്ലാതെ ഈ ഭക്ഷണം ചീത്ത ഭക്ഷണമാണ്, കറി കൊള്ളൂല്ല, എരിവില്ല എന്നൊക്കെ പറഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഇടയിൽ, അയൽവാസികളുടെ ഇടയിൽ, കൂട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ വിരുന്നുകാർക്കിടയിൽ വെച്ച് ഒരിക്കലും ആക്ഷേപിക്കരുത്. മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. മാത്രമല്ല, അതേ ഭക്ഷണത്തിന്റെ മര്യാദ, ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദയിൽപ്പെട്ടതാണ് നാം കഴിക്കുന്ന ഭക്ഷണം നക്കി തുടയ്ക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം കൈയും വിരലുകളൊക്കെ നക്കി തുടക്കണം. വിരലുകളൊക്കെ നക്കി നമ്മളെ ഭക്ഷണത്തിന്റെ പാത്രം ഒന്ന് നക്കി തുടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും പിഞ്ഞാണത്തിൽ കഴിക്കുകയും പാത്രത്തിൽ കഴിച്ചിട്ട് ആ കഴിച്ച പാത്രം ഒന്ന് വൃത്തിയാക്കി ഒന്നുമില്ലാതെ നക്കി തുടച്ചാൽ അവന് ആ പാത്രം പാപമോചനം തേടുമെന്നാണ്. അതുപോലെ മറ്റൊന്നാണ് 10ാമത്തെ ഒരു ഭക്ഷണ മര്യാദയാണ്, വിരലുകളെല്ലാം നക്കണം, ഈമ്പണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം വിരലുകൾ ഈമ്പുകയാണ്, വൃത്തിയാക്കുകയാണ്. ഈ രീതി നമ്മളും ചെയ്യണം. ഏത് വലിയവന്റെ കല്യാണത്തിന് പോയാലും ചെയ്യണം. ഇസ്ലാം അത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, ബറക്കത്തിന് വേണ്ടിയാണ് പറയുന്നത്. ചില ആളുകളെ മുമ്പിൽ ഇത് കാണിക്കാൻ മടി കാണിക്കണ്ട. നമ്മൾ ഇസ്ലാമിന്റെ
രീതി മനസ്സിലായി കൊടുക്കണം. ഒരു വറ്റുപോലും നിന്റെ ഭക്ഷണം വേസ്റ്റാക്കരുതെന്നുള്ള മെസ്സേജ് അതിൽ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. എനിക്ക് കഴിയുന്നത് നിങ്ങളെ ഇട്ടുകൊണ്ട് അത് വൃത്തിയാക്കി പാത്രം കഴുകിയതുപോലെ കാണിക്കണം. ഒരു വറ്റുപോലും കളയല്ലടാ എന്നതിൽ വലിയ മെസ്സേജ് ഉണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം. അവസാനമായതാണ് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവതി എന്നുള്ള മഹത്തായ ദിക്ർ. അല്ലാഹുവിനെ സ്തുതിക്കുന്നു, എന്റെ വിശപ്പ് മാറ്റിയ, അതേ എനിക്ക് വലിയ ഭക്ഷണം നൽകിയ, എന്നിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാതെ സന്തോഷം നൽകിയല്ലോ, അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തു. അല്ലാഹു